ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. നല്ലൊരു ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ് ഇന്ന് നമ്മളിൽ പലരും. നല്ല ജീവിതത്തിൻ്റെ വ്യാഖ്യാനം അത് അല്പം സ്വല്പമൊന്ന് വ്യത്യസ്തപ്പെടാം. എങ്കിലും ആഗ്രഹ പട്ടിക ഏതാണ്ട് ഒരേപോലെയാണ്. വലിയ വീട്, വലിയ ബാങ്ക് ബാലൻസ്, കുറേ വാഹനങ്ങൾ, ആർഭാട ജീവിതം, അങ്ങനെ പട്ടിക ഇങ്ങനെ നീണ്ടു പോകും. എല്ലാം ഉണ്ടായിട്ടും ചിലർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നുമില്ലാത്തവനോ ഇതിൻ്റെ ഒക്കെ പുറയിലുള്ള നെട്ടോട്ടവും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവിതം അത് നഷ്ടപ്പാടിൻ്റെ ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണോ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനിയും ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയാണോ നിങ്ങളെ ഇന്ന് ഭരിക്കുന്നത്? എങ്കിൽ കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു നൽകുവാനും അത് ഇരട്ടി മടക്കി നൽകുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മളുടെ നാഥനും രക്ഷിതാവുമായ യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്കിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഫോർ ഹൂഎവർ വാണ്ട്സ് ടു സേവ് ദെയർ ലൈഫ് വിൽ ലൂസ് ഇറ്റ്, ബട്ട് ഹൂഎവർ ലൂസസ് ദെയർ ലൈഫ് ഫോർ മീ ആൻഡ് ഫോർ ദി ഗോസ്പിൾ വിൽ സേവ് ഇറ്റ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ താൽക്കാലിക ഭൗതിക ജീവിതത്തിനപ്പുറം ഒരു നിത്യജീവനുണ്ട് എന്നുള്ളൊരു സത്യം ഇന്ന് പലർക്കും അറിയില്ല. ചിലർക്കോ അത് അറിയാം, എങ്കിൽ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ അത് മറന്നുപോയൊരവസ്ഥയാണ്. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ജീവനെ തന്നെ സുവിശേഷത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും സമർപ്പിക്കാനാണ്. നിത്യജീവനെക്കുറിച്ച് അറിവില്ലാത്തവരെയും ദൈവരാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരെയും സുവിശേഷം പറഞ്ഞു കൊടുക്കുവാനുള്ളൊരു ദൗത്യം നമുക്കുണ്ട്. ദൈവം ഒരിക്കലും നമ്മൾ വലിയ വീട്ടിൽ താമസിക്കണം എന്ന് ആഗ്രഹിക്കാതെ ഇല്ല. പക്ഷെ വലിയ വീട് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി മാത്രം ജീവിച്ചാൽ, ദൈവത്തെ മറന്നാൽ നമ്മളുടെ ജീവനെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ദൈവം ഒരിക്കലും നമ്മൾ ദരിദ്രരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സമ്പത്ത് മാത്രം ലക്ഷ്യമായി സമ്പത്തിനെ മാത്രം സേവിച്ചു കൊണ്ടും സമ്പത്തിന് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടും ഇരുന്നാൽ, ദൈവത്തെ മറന്നാൽ ജീവൻ നഷ്ടപ്പെടും. ദൈവത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ വീട് നമുക്ക് ദൈവം നൽകും. ദൈവത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ജീവിച്ചാൽ, നമ്മളെ തന്നെ സമർപ്പിച്ചാൽ, നമ്മൾക്ക് വേണ്ടതിനേക്കാളും കൂടുതലായി ദൈവം നമുക്ക് സമ്പത്തും നൽകും. നമ്മളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറം നൽകുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ കർത്താവെ, ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളൊരു ദൗത്യം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർത്താൽ, നമ്മളുടെ ജീവനെ ദൈവത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ സുവിശേഷത്തിനു വേണ്ടിയും നമ്മൾ സമർപ്പിച്ചാൽ, നിത്യജീവൻ എന്നുള്ളൊരു സമ്മാനത്തിന് നമ്മൾ അർഹരായി മാറും. അങ്ങനെ എന്നെയും നിങ്ങളെയും ദൈവം വചനം പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.